കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയിലേക്ക് ശ്രീ കൈതപ്രം, ഈ ഘട്ടത്തിൽ ONVയെ ഏതു തരത്തിലായിരിക്കും താങ്കൾ ഓർക്കുക? ഒരു തരത്തില് മലയാള സിനിമയിലെ നമുക്ക് ഭാസ്കരൻ മാഷിന്റെയും വയലാറിന്റെയും ഒക്കെ തുല്യമായിട്ട് ഒപ്പം നിർത്താവുന്ന, അല്ലെങ്കിൽ അവിടുന്ന് കുറച്ചുകൂടി ഉയർന്ന ഒരു പീഠത്തിൽ എഴുതാവുന്ന ഒരു കാവ്യ മനസ്സാണ് അവന് സാറിൻ്റെത്. അത് കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു പാഴ്വാക്കും ഒരു പാഴ് കവിതയും അദ്ദേഹത്തിന്റെ ഗാന സമാഹാരത്തിൽ ഉണ്ടാവില്ല. എല്ലാം ശുദ്ധവും ഭംഗിയുള്ളതും സ്നേഹമുള്ളതുമായ പാട്ടുകൾ മാത്രം. കവിതയും അതുപോലെ തന്നെ. പിന്നെ ഭാഷയെ സ്നേഹിച്ച അപാരമായ മനസ്സ്, എല്ലാം കൊണ്ടും ഞാൻ അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. യെസ്, വളരെ നന്ദി ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരൻ കൂടെ ചേരുന്നു. ശ്രീ NPC ചെറിയാൻ ഫിലിപ്പ് വളരെ വ്യത്യസ്തമായ തലങ്ങളിലാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. സ്വകാര്യ ജീവിതം അടക്കം കൈരളിയുമായി അഭേദ്യമായ ബന്ധം ONV കുറുപ്പിന് ഉണ്ട്. അത് ഏതൊക്കെ തരത്തിലായിരിക്കും പങ്കുവയ്ക്കാൻ സാധിക്കുക? കൈരളി ചാനലുമായി വളരെ അടുത്ത ബന്ധം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു ജനകീയ ഓഹരി സമാഹരണത്തിലൂടെ, ഒരു ജനകീയ സംരംഭത്തിലൂടെ ഉണ്ടായ ചാനൽ എന്ന പ്രത്യേകത തന്നെ, അത്തരത്തിലൊരു ദൃശ്യമാധ്യമം എന്ന പ്രത്യേകത തന്നെ അദ്ദേഹത്തിലെ ഹ്യൂമനിസ്റ്റിനെ, കമ്മ്യൂണിസ്റ്റിനെ വളരെയധികം ആകർഷിച്ചിരുന്നു. അത്തരത്തിൽ തന്നെയുള്ള ഒരു ഹൃദയബന്ധമായിരുന്നു, സ്വന്തം സ്ഥാപനം എന്ന നിലയ്ക്കുള്ള ഒരു ബന്ധമായിരുന്നു അദ്ദേഹം കൈരളിയുടെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം വരെ കൈരളിയോട് പുലർത്തിയിരുന്നത്. കൈരളിയുടെ അവതരണ ഗാനം അത് വളരെ പ്രസിദ്ധമായി മാറി. പിന്നീട് ആ അവതരണ ഗാനം അദ്ദേഹമാണ് രചിച്ചത്. വാർത്താ ചാനലുണ്ടായപ്പോൾ അതിനും അദ്ദേഹം ഒരു അവതരണ ഗാനം രചിക്കുകയുണ്ടായി. മാത്രവുമല്ല, ഏത് സംരംഭത്തിലും കൈരളിയോട് സഹകരിക്കുന്ന തരത്തിൽ അദ്ദേഹം അടുത്ത ഗാഠമായ ഹൃദയ ബന്ധം പുലർത്തിയിരുന്നു. അത് ഒരേ പ്രതിബദ്ധത പങ്കിടുന്ന ഒരു സംരംഭവും ഒരു സാംസ്കാരിക നായകനും തമ്മിലുള്ള ഹൃദയബന്ധം ആയിരുന്നു അത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാധ്യമം എന്ന് പറയുമ്പോൾ മാധ്യമത്തിൻ്റെതായ ധർമ്മം വരുമ്പോൾ ONVക്കും ഒരു ധർമ്മമുണ്ടെന്നാണ് നമ്മോട് ഇപ്പോൾ പങ്കെടുത്തവരെല്ലാം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. സാമൂഹ്യമായ ധർമ്മം, ആ അവസ്ഥകളെ ONV കവിതകളിലൂടെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന തലങ്ങൾ NPCക്ക് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും. മുൻ ചോദ്യം കൈരളിയെ കുറിച്ച് ആയതുകൊണ്ടാണ് ഞാൻ ആ ബന്ധത്തിൽ തന്നെ ഊന്നിയത്. സ്വന്തമായ സാമൂഹിക, രാഷ്ട്രീയ, പ്രത്യയശാസ്ത്ര നിലപാടുകളുള്ള ഒരു എഴുത്തുകാരനും അതുപോലെ തന്നെ സാംസ്കാരിക വ്യക്തിയും തന്നെയായിരുന്നു ONV. അദ്ദേഹത്തിന്റെ കൗമാര കാലം മുതൽ അദ്ദേഹം എത്തിപ്പെട്ട കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ, ആ രാഷ്ട്രീയ മൂല്യബോധത്തിന്റെ വിവിധ തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തു മാത്രമല്ല, അധ്യാപനം മുതൽ പ്രഭാഷണം അടക്കം എല്ലാ സാമൂഹ്യ വൃത്തികളും, അദ്ദേഹം അനുഷ്ഠിച്ച എല്ലാ സാമൂഹ്യ വൃത്തികളും ആ തന്റെ പ്രത്യയശാസ്ത്ര ബോധത്തിന്റെ വിവിധ പ്രകടനങ്ങളായിരുന്നു എന്ന നിലയ്ക്ക് കാണണം. അദ്ദേഹത്തിന്റെ കവിതയും, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആവിഷ്കാരം അദ്ദേഹത്തിന്റെ കവിത തന്നെയായിരുന്നു. ഗാനം ഒക്കെ ഉണ്ടെങ്കിലും കവിത തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ കവിതയും എല്ലാ കാലത്തും, അത് എല്ലാ തലമുറയോടും, അതുവരെ ആ കവിത എത്ര കാലം ഉണ്ടായിരുന്നോ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ തലമുറയോടും അത് നല്ല രീതിയിൽ സംവദിച്ചിട്ടുണ്ട്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് ഒരു തലമുറയോട് സംസാരിച്ചുവെങ്കിൽ അതിനുശേഷം വന്ന എത്രയോ തലമുറയോട്, അവരുടെ രുചിഭേദങ്ങളോട്, അവരുടെ ഭാവുകത്വ വ്യത്യാസങ്ങളോട് ഏതൊക്കെ തരത്തിൽ ONV കവിത സംസാരിച്ചു എന്നത് നമ്മുടെ കാവ്യ ചരിത്രത്തിന്റെ തന്നെ നാഴിക കല്ലുകളാണ്. NPC അത്തരത്തിലാണ്. അങ്ങനെ വരുമ്പോൾ വിവിധ തലമുറകളെ കാവ്യരംഗവുമായി ബന്ധപ്പെട്ട് കവിത എഴുതാൻ ആഗ്രഹിക്കുന്ന ഓരോ കൊച്ചുകുട്ടിയുടെ മുന്നിൽ ആദ്യം എത്തുക ONV കവിതകളാണ്. ആ വിവിധ തലമുറകളെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായി ആണ് ONV. ആ തലമുറകളുടെ ഒരു സംഗമം അദ്ദേഹത്തിന്റെ കവിതകളിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലും അടുത്തറിയുന്ന നിമിഷങ്ങൾ ഏതു തരത്തിൽ താങ്കൾ പങ്കുവയ്ക്കും? തീർച്ചയായും അദ്ദേഹത്തിന്റെ കവിതകൾ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ഒരു വയലിറമ്പിലോ ഒരു പണിശാലയുടെ തിണ്ണയിലോ നിൽക്കുന്ന ഒരു തൊഴിലാളിയുടെയോ ഒരു തൊഴിലാളി പെണ്ണിന്റെയോ കാഴ്ചകൾ എന്ന നിലയ്ക്കാണ്. അദ്ദേഹത്തിന്റെ കാവ്യാവിഷ്കാരങ്ങൾ ആദ്യം പിറന്നു വീണത്
എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പിന്നീട് ഏതൊക്കെ രീതിയിൽ വളർന്നു ഒരു വിശ്വമാനവൻ ആയി അദ്ദേഹം എങ്ങനെ മാറി, എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവരോടൊക്കെ സംവദിക്കുന്ന തരത്തിലേക്ക് ആ കവിതകൾ മാറി മാറി പോകുന്നത്, അതിന് അദ്ദേഹത്തിന്റെ കാവ്യ ലോകത്തിന് പുതിയ പുതിയ മാനങ്ങൾ വന്നു ചേരുന്നത് നമ്മൾ കണ്ട് നിന്നിട്ടുണ്ട്. അതുതന്നെയായിരുന്നു അദ്ദേഹം തലമുറകൾക്ക് തന്റെ കവിതകളിലൂടെ കൊടുത്ത സന്ദേശം. തലമുറകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഏതൊരു കവിയും എല്ലാ തലമുറകളെയും, താൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ എല്ലാ തലമുറകളെയും മാത്രമല്ല വരുംകാലത്തെ തലമുറകളെ പോലും അഭിസംബോധന ചെയ്യും. പക്ഷേ ONV അത്തരത്തിൽ ഒരു സ്വാധീനം മാത്രമായിരുന്നില്ല, നേരിട്ട് കവികളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുകയും എല്ലാ തലമുറയിലും ഉള്ള കവികളോട് പൂർണ്ണമായി ഇടപെടുകയും ചെയ്ത് അവരെ വളർത്തിയെടുക്കുന്നതിലും അവരുടെ ഭാവുകത്വവും നിലപാടുകളും രൂപീകരിക്കുന്നതിലും സംഭാവന ചെയ്ത ഒരാൾ കൂടിയാണ് പ്രദീപ്. യെസ്, NB ചന്ദ്രശേഖരൻ. മോഹൻ സിത്താരയിലേക്ക്. ശ്രീ മോഹൻ സിത്താര, ONVയെ ഏറ്റവും അടുത്തറിയുന്ന നിമിഷങ്ങളിലൂടെ ഈ സമയം അനുസ്മരിക്കേണ്ടതുണ്ട്. മോഹൻ സിത്താരയുടെ അനുഭവങ്ങൾ, അനുസ്മരണം ഏതു തരത്തിൽ? ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവാൻ കാരണം ONV സാറിന്റെ വരികൾ തന്നെയാണ്. എന്റെ ആദ്യത്തെ സിനിമ 1986 ONV സാറാണ് എഴുതിയത്. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ട് ഇപ്പൊ സത്യം പറഞ്ഞിരിക്കും അദ്ദേഹത്തിന് വേർപാട് ഒരുപാട് വിഷമായിട്ടുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് എഴുതിയത് സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി എഴുതിയത്. അദ്ദേഹത്തിന് വേർപാട് സഹിക്കുന്നില്ല. ശ്രീ മോഹൻ സിത്താര, ഒരുപക്ഷെ അദ്ദേഹവുമായി അറിയുന്നവരുടെ ഒക്കെ വികാരമാണ് താങ്കളുടെ ഇടറുന്ന ശബ്ദങ്ങളിൽ വരുന്നത്. ഒരു സംഗീത സംവിധായകനും ഒരു എഴുത്തുകാരനും ആ ഒരു ആത്മബന്ധം ഈ ഘട്ടത്തിൽ, എനിക്കറിയാം ആ ബുദ്ധിമുട്ട്, വാക്കുകളുടെ വിങ്ങൽ വരുമ്പോൾ അതൊരു വിങ്ങലായി തന്നെ ഏതു തരത്തിലാവും പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുക? ശ്രീ മോഹൻ സിത്താര, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് ഒരു ഗുരു ശിഷ്യന്റെ അവസ്ഥയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മ്യൂസിക് ചെയ്യുമ്പോ വരികൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ഒക്കെ ബേസിൽ തന്നെയാണ് ഞാൻ മ്യൂസിക് കമ്പോസ് ചെയ്യാറ്. ഒരുപാട് അറിവുകൾ എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം. യെസ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ നിങ്ങളുടെ ഒരു കമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അടുത്ത് ഇടപഴകുമ്പോൾ ഈ ഘട്ടത്തിൽ അത് വളരെ വ്യത്യസ്തമായ തലങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ മോഹൻ സിത്താര? എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. യെസ്, ഓക്കെ, വളരെ നന്ദി ശ്രീ മോഹൻ സിത്താര. അദ്ദേഹത്തിന്റെ വികാരങ്ങൾ ജീവൻ കുമാറിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും. ജീവൻ, അദ്ദേഹത്തിന്റെ മരണം എപ്പോഴായിരുന്നു? ഒരുപക്ഷെ അത് നാം വീണ്ടും ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. മരണം സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ അവസാന മണിക്കൂറുകളിലെ ആരോഗ്യനില സംബന്ധിച്ചും ഏതു തരത്തിലാണ് ആശുപത്രി അധികൃതർ അടക്കം കുടുംബാംഗങ്ങൾ അടക്കം പുറത്തു പറയുന്നത്? പ്രദീപ്, ഇന്നലെയോടുകൂടി അദ്ദേഹത്തിന് ചെറിയ തോതിൽ പനി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹത്തെ ശാന്തിഗിരി ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മറ്റു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിന് ഹൃദ്രോഗ ബാധയുണ്ടാവുന്നത്. തുടർന്ന് അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ പരിതാപകരമായ രൂപത്തിൽ തുടരുകയും ചെയ്യുകയായിരുന്നു. ഏതാണ്ട് വൈകുന്നേരം 4:30 അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കാൻ നമുക്ക് ആവുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖബാധിതനായ അദ്ദേഹം ഇതായിരുന്നു. അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ നിരവധി അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ അസുഖങ്ങളെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ വിനോദ് മങ്കരയുടെ കാമ്പോജി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം 3 ഗാനങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. അതാണ് അദ്ദേഹം അവസാനമായി രചിച്ച, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ രചന എന്ന് പറയാൻ കഴിയുന്നത്. പ്രദീപ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1946 രാജ്യാഭിമാനി വാരികയിൽ എഴുതിയ മുന്നേറ്റം എന്ന കൃതിയാണ് 1946 എഴുതിയ കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയെങ്കിൽ വർവിനോദ് മങ്കരയുടെ കാമ്പോജി എന്ന സിനിമയ്ക്ക് 5 ദിവസങ്ങൾക്ക് മുമ്പ് എഴുതിയ 3 ഗാനങ്ങൾ ഒരുപക്ഷെ നീണ്ട 60 വർഷത്തിലേറെ നീണ്ടുനിന്ന സംഗീത സബരിയുടെ പര്യായമായി മാറുന്നു. ONV കുറുപ്പ് 13 തവണ മികച്ച സംസ്ഥാന ഗാനരചയിതാവിനുള്ള അവാർഡ്, 1 തവണ ദേശീയ
ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വണ്ണം ഒരുപക്ഷെ 84 വർഷങ്ങൾ എങ്ങനെ അനുസ്മരിക്കുമെന്നത് തീർച്ചയായും ഒരു ചോദ്യം തന്നെയാണ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ, 1000 പൂർണ്ണചന്ദ്രന്മാരെ ONV കണ്ടു എന്നാണോ, 1000 പൂർണ്ണചന്ദ്രന്മാർ ONVയെ കണ്ടു എന്നാണോ ഈ ഘട്ടത്തിൽ പറയുക എന്ന് എനിക്കറിയില്ല. പക്ഷേ സാഹിത്യത്തിൽ, സാംസ്കാരിക മേഖലയിൽ കവിയായി, അധ്യാപകനായി, പൊതുപ്രവർത്തകനായി, മനുഷ്യസ്നേഹിയായി ഒക്കെ നിലകൊള്ളുന്ന ഒരു മഹനീയ മാതൃക അത് കേരളത്തോട് വിട ചൊല്ലുന്നു. ഒരിക്കൽ പോലും നമുക്ക് ഒരുപക്ഷെ അതിനോട് താതാമ്യം പ്രാപിക്കാൻ എത്ര കണ്ട് നമുക്ക് കഴിയും എന്നതിനെ സംബന്ധിച്ച് ബി ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നു. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ONVയെ താങ്കൾ ഏതു ഘട്ടത്തിലായിരിക്കും ഇപ്പോൾ അനുസ്മരിക്കുക? നമ്മുടെ ഭാഷയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ കവികളിൽ ഒരാളായിട്ടാണ് എനിക്കെന്നല്ല ആർക്കും ശ്രീ ONV കുറുപ്പിനെ അനുസ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തെ നമുക്കറിയാം, മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച 3 ഗാനരചയിതാക്കളിലെ എടുക്കുകയാണെങ്കിൽ അത് വയലാറിനും P. ഭാസ്കരനും ഒപ്പം ശ്രീ ONV കുറുപ്പായിരിക്കും. അപ്പോ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സവിശേഷമായ ഒരു ഇടം തന്നെ. അതിലെല്ലാം ഉപരി മലയാള ഭാഷയെ ഗംഭീരമായിട്ട് നമ്മളുടെ ഭാവുകത്വത്തെ സ്വാധീനിച്ച വലിയൊരു കവിയായിരുന്നു ശ്രീ ONV കുറുപ്പ്. അതോടൊപ്പം സിനിമയുമായി ബന്ധപ്പെട്ട് ഗാനരചയിതാവ് എന്നുള്ള രീതിയിലൊക്കെ വളരെ വ്യത്യസ്തനാണ് ONV എന്നാണ് ഇപ്പോൾ പങ്കെടുത്ത എല്ലാവരും പറയുന്നത്. അത്തരം വ്യത്യസ്തതകളെ താങ്കൾ ഈ സമയം എങ്ങനെ പങ്കുവയ്ക്കും? കവിതയാകട്ടെ, അദ്ദേഹത്തിന്റെ ഗാനങ്ങളാവട്ടെ, അത് ഒട്ടുമേ ക്ലിഷ്ടമല്ലായിരുന്നു. അത് വളരെ നേരിട്ട് കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം എഴുതിയ കവിതകളും ഗാനങ്ങളും എല്ലാം. നമ്മളുടെ മലയാള പദങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട്, മലയാള തനിമയുള്ള ഇമേജറി ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് വലിയ അഗാധമായ വികാരങ്ങളെ അദ്ദേഹത്തിന് നിസ്സാരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ. അത് വലിയൊരു പ്രത്യേകതയാണ്. യെസ്, വളരെ നന്ദി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. MA ബേബി കൂടി ചേരുന്നു. ശ്രീ MA ബേബി, വെളിച്ചം അസ്തമിക്കുന്നു എന്നാണ് എല്ലാവരും, അസ്തമിച്ചിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. കവിതയുടെ വെളിച്ചം അങ്ങനെ തന്നെ കാണേണ്ടതില്ലേ ONVയെ? താങ്കൾ ഈ വാക്കുകളെ ഏതു തരത്തിൽ വിപുലീകരിക്കും? അല്ല, ONV സാറിന്റെ മരണത്തോടുകൂടി നമ്മുടെ മലയാള കവിതയുടെ ഒരു യുഗത്തിന്റെ പരിസമാപ്തി ആണെന്നുള്ളതിനകത്തൊരു സംശയവുമില്ല. എന്നാൽ ONV സാറിന്റെ കവിതയിൽ നിന്നും ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രഗത്ഭരായ പുതിയ കവികൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ അനന്തരവന്മാരായും അദ്ദേഹത്തിന്റെ ശിഷ്യസ്ഥാനത്തും ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ കാവ്യാനുശീലനവുമായി വളരെ ഒത്തുനിൽക്കുന്ന പ്രഗത്ഭരായ കവികൾ, അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായ കാവ്യശൈലി പിന്തുടരുന്നവർ ഒക്കെയുണ്ട്. പക്ഷെ ONV സാർ ഒരു അസാധാരണ പ്രതിഭയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. പല മേഖലകളിൽ അദ്ദേഹം തന്റേതായ സംഭാവന നൽകി. മലയാള നാടകഗാന ശാഖ, അതിനേറ്റവും മൂല്യവത്തായ സംഭാവന നൽകിയ വ്യക്തി ONV സാറാണെന്ന് പറയാൻ കഴിയും. അതുമാത്രമല്ല, സാമൂഹിക മാറ്റത്തിന് പ്രചോദനം നൽകുന്ന ആശയങ്ങൾ അദ്ദേഹം കവിതയിലൂടെ, നാടകഗാനങ്ങളിലൂടെ ആവിഷ്കരിച്ചു. ഈ മണ്ണിൽ വീണ നിന്റെ തൂവീർപ്പിൽ നിന്നുയർന്നിത മഹീദിൻ നവവിഭൂതികൾ അരിയൊരി ഹരിതഭംഗികൾ എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഒരു സംഘഗാനമുണ്ട്. ജി ദേവരാജൻ മാസ്റ്ററുടെ വളരെ മനോഹരമായ സംഗീത സംവിധാനം, KS ജോർജ് ഉൾപ്പെടെയുള്ളവരാണ്. വളരെ ഘനഗംഭീരമായ പുരുഷ ശബ്ദത്തിന് ഉടമയായ KS ജോർജ് ഇന്നത്തെ തലമുറയ്ക്ക് പരിചയമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആ സംഘഗാനത്തിലെ ഒരു വരി, അകലെ ഗഗനശ്രീമതൻ നെറുകയിൽ തലോടുവാൻ നീ അജയ്യനായി ഉയർന്നു നിൽപ്പു എന്ന് മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ബഹിരാകാശത്തേക്കൊന്നും നമ്മള് പേടകങ്ങൾ അയച്ചിട്ടില്ലാത്ത കാലത്താണ് ഗഗനസീമ, ആകാശത്തിന്റെ അതിർത്തിയെ തലോടുവാൻ അജയനായിട്ട് മനുഷ്യർ ഉയർന്നു നിൽക്കുക എന്നുള്ള കാവ്യഭാവന ഉയരുന്നത്. അതുപോലെ തന്നെ
അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്നതിൽ ചന്ദ്രനിൽ ദിനാംശമുണ്ടെന്നൊക്കെ പിന്നീടാണ് കണ്ടെത്തുന്നത്. പക്ഷെ താമര കുമ്പിളിൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുമ്പിളിൽ നിറച്ചു വെക്കാനുള്ള എന്തോ അവിടെ ഉണ്ടെന്ന് കാവ്യഭാവന കാണുകയാണ്. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹം നാടകഗാനങ്ങളിലൂടെയും പിന്നെ ഉജ്ജയിനി പോലെയുള്ള ബലിഷ്ഠമായ കഥാകാവ്യങ്ങൾ കാളിദാസന്റെ ജീവിതത്തിനും കാളിദാസന്റെ കാലത്തിനും പുതിയ സർഗാത്മകമായ ഒരു വ്യാഖ്യാനമാണ് അദ്ദേഹം ഉജ്ജയിനിയും സ്വയംവരവും പോലെയുള്ള ഈടുറ്റ കാവ്യ സംഭാവനകളിലൂടെ നൽകിയത്. പിന്നെ ചലച്ചിത്ര ഗാനശാഖ ഈ ദേവരാജൻ മാഷുമൊത്ത് അദ്ദേഹം ഒരുക്കിയ ഗാനങ്ങൾ, സലിൽ ചൗധരിയുമൊത്ത്, MP ശ്രീനിവാസനുമൊത്ത്, ദക്ഷിണാമൂർത്തിയുമൊത്ത്, വാതിൽ പഴുതിലൂടെ മുമ്പിൽ കുങ്കുമം വാരി വിടരും വിതർത്തും സന്ധ്യ പോലെ എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ വരികൾ ദക്ഷിണാമൂർത്തി മാഷ് സംഗീതം പകർന്നാണ്, മറക്കാൻ കഴിയുന്നതല്ല. പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗങ്ങളിൽ വെൺകുറ്റ പൂങ്കുട പോൽ വിടർന്ന ആകാശരംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കുമാരസംഭവത്തിലെ വരികൾ, ഹിമവൽ പർവ്വതത്തിന്റെ മുഴുവൻ ഗാംഭീര്യവും വരികളിലേക്ക് ആവാഹിക്കാൻ അദ്ദേഹത്തിന് ആ രചനയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ കവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവന മലയാള സാഹിത്യത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ശ്രീ MA ബേബി, ഈ കവി എന്നുള്ളത് താങ്കൾ അനുസ്മരിക്കുമ്പോഴാണ് അടുത്തിടെ അദ്ദേഹത്തെക്കുറിച്ച് വന്നുള്ള ഒരു പഠനത്തിൽ പറയുന്നത് 60 വർഷങ്ങളാണ് ആ കാവ്യ കാലഘട്ടത്തെ ആ പഠനത്തിൽ വിലയിരുത്തിയിരിക്കുന്നത്. 1946 അദ്ദേഹത്തിന്റെ ആദ്യ കവിത മുന്നോട്ട്, 46 മുതൽ 66 വരെയും 77 മുതൽ 97 വരെയും 97 മുതൽ 2016 വരെയും 60 വർഷങ്ങൾ ഒരു വ്യക്തി ജീവിതത്തിൽ കവിയും സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന തലത്തിൽ വരികയാണെങ്കിൽ 20 വർഷം ആ തരത്തിൽ നാം എടുത്തു കഴിഞ്ഞാൽ ഏതൊരു കവിതയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന ആൾക്കാരെ, അങ്ങനെയാണെങ്കിൽ ആ 20 വർഷം 60 വർഷം എന്നുള്ള ഇതുവരെയുള്ള കണക്കുകൾ ആ പഠനം സൂചിപ്പിക്കുന്നതനുസരിച്ച് മുന്നോട്ട് മുതൽ ഒരു തുള്ളി വെളിച്ചവും അക്ഷരം മുതൽ സൂര്യഗീതവും അടക്കം ഏറ്റവും പുതുതായി വന്ന ഈ 20-20-20 എന്നുള്ള ഈ ഘട്ടത്തെ, ആ പഠനത്തെ വലിയൊരു ഒരു ഹിസ്റ്റോറിക്കൽ ലെങ്തായി നാം കണക്കാക്കേണ്ടതുണ്ടോ? യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ഈ സർഗ ശക്തി, കാലം മാറുന്നു, ആ മാറുന്ന കാലത്തിന്റെ സാഹിത്യ ഭാവുകത്വത്തെ സ്വന്തം കവിതയിലേക്ക് ആവാഹിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശേഷി, അദ്ദേഹത്തിന്റെ ദാഹിക്കുന്ന പാനപാത്രം എന്ന ചെറുപ്പകാലത്തെ കവിതാ സമാഹാരം, അതിന് അന്നത്തെ ഇരുത്തം വന്ന സാഹിത്യ നിരൂപകനായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് അവതാരിക എഴുതിയത്. അതിന്റെ അവതാരികയിൽ വളരെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി നടത്തുന്നുണ്ട്. ഒരു പുരുഷായുസ് കൊണ്ട് എഴുതേണ്ടതെല്ലാം എഴുതി തീർത്തിട്ട് യുവാവായ ONV ഇനിയും പല പുരുഷായുസ്സുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാവ്യ സംഭാവനയ്ക്ക് സ്വയം ഒരുങ്ങി ഇരിക്കുകയാണ് എന്നാണ് ജോസഫ് മുണ്ടശ്ശേരി നിരീക്ഷിച്ചത്. ആ ചെറുപ്രായത്തിൽ മുണ്ടശ്ശേരി മാഷെ പോലുള്ള മലയാള സാഹിത്യ നിരൂപകന്മാർക്കിടയിൽ കുട്ടിക്കൃഷ്ണമാരാർക്കും MP പോളിനും ഒക്കെ ഒപ്പം കേസരിയുടെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് തല ഉയർന്നു നിൽക്കുന്ന ഒരു നിരൂപകൻ ഇങ്ങനെ എഴുതുമ്പോൾ അത് തലയ്ക്കു പിടിച്ച പല അബദ്ധങ്ങളിലേക്കാണ് ഒരു എഴുത്തുകാരൻ. പക്ഷെ ONV സാർ ജോസഫ് മുണ്ടശ്ശേരി ദീർഘദർശനം ചെയ്തത് ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഗൗരവത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും പക്വതയോടും കൂടി തന്റെ കാവ്യസമരി തുടരുകയും പിന്നീട് ലോക കവിതയിൽ തന്നെ ഉണ്ടായ മാറ്റങ്ങൾ, മനുഷ്യാഭിമുഖമായി നിന്ന ONV സാറിന്റെ രചനകൾ പിന്നെ പ്രകൃതിക്ക് അഭിമുഖമായി നിന്നു. മനുഷ്യനാണ് എല്ലാത്തിന്റെയും അളവുകോൽ എന്നത് മാറി മനുഷ്യനും പ്രകൃതിയുമാണ് എന്ന പുതിയൊരു ദാർശനിക തലത്തിലേക്ക് അദ്ദേഹം, അപ്പോഴാണ് അദ്ദേഹം ഇനിയും മരിക്കാത്ത ഭൂമി, നാസന്റെ മൃതിയിൽ നിനക്കാത്മ ശാന്തി പോലെയുള്ള ഭൂമിക്കൊരു ചരമഗീതം പോലെയുള്ള രചനകളിലേക്ക് വരുന്നത്. അതിനുശേഷം അദ്ദേഹം എഴുതിയ ദിനാന്തം, ആ ദിനാന്തം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് നിരീക്ഷണങ്ങളുണ്ട്. ഈ കാവ്യ പരിണാമങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും അദ്ദേഹം നിസ്വവർഗത്തിന്റെ ഒപ്പമാണ് താൻ എന്ന വസ്തുത മറന്നു പോകുന്നില്ല. ഭൂമി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന തത്വവും ജയരാജിലും കൂടെ, സംവിധായകൻ ജയരാജും കൂടെ ചേരുന്നു. ശ്രീ MA ബേബി, ശ്രീ ജയരാജൻ, ONV കുറിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്ത തലങ്ങളിലാണ് ഇപ്പോൾ MA ബേബി അനുസ്മരിച്ചത്. ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട, അതിനപ്പുറം വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ആ ഇഴയടപ്പത്തെ താങ്കൾ വാക്കുകളിലൂടെ എങ്ങനെ വിവരിക്കും ശ്രീ ജയരാജൻ?
യെസ്, ജീവൻ കുമാറിലേക്ക്. ജീവൻ, നേരത്തെ എം എ ബേബി പറഞ്ഞതുപോലെ പല കവിതകളുടെയും പേരെടുത്തു പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സാംസ്കാരികമായി പ്രകൃതിയുമായി ഒക്കെ ഏറ്റവും അടുത്ത് നിന്ന വരികളും വാക്കുകളും വ്യക്തിത്വവും അദ്ദേഹം പേരുകളും പറയുന്നുണ്ട്, കവിതയുടെ പേരുകൾ. കവിയായ ONVയുടെ ഏറ്റവും ശ്രദ്ധേയമായ രചനകളെ നമുക്ക് ഈ ഘട്ടത്തിൽ പേരെടുത്ത് പറയേണ്ടതില്ലേ? പ്രദീപ്, തീർച്ചയായും. കാരണം ഗ്രാമ്യമായ ഭാഷയിൽ എഴുതുമ്പോൾ തന്നെ സംസ്കൃതത്തിൻ്റെ ആവോളമുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, ഒരുപക്ഷെ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരോടും സംവദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷ, തെരുവിൽ നിന്ന് തുടങ്ങുകയും താരാപഥങ്ങളോളം വളർന്നു ചെല്ലുകയും മണ്ണിലേക്കും മനുഷ്യനിലേക്കും ഇറങ്ങി വന്ന അവൻ്റെ ഭാഷയിൽ അവനോട് സംസാരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കവിത്വം, അതാണ് എം എ ബേബി നേരത്തെ പറഞ്ഞത്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്നെഴുതിയ അതേ വ്യക്തി തന്നെയാണ് ഒരിക്കൽ പോലും ഹിമാലയം കണ്ടിട്ടില്ലാത്ത, ഹിമാലയം എങ്ങനെയിരിക്കും എന്നറിയാത്ത ONV പൊൻതിങ്കൾ കല പൊട്ടു തൊട്ടുളർത്തിയ ഹിമവൽ ശൈലാർദ്ര ശിങ്കത്തിൽ എന്ന് എഴുതാൻ കഴിയുക. അതൊരു പക്ഷേ കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മനസ്സിൻ്റെ അകക്കണ്ണുകൊണ്ട് കവിത്വമുള്ളൊരു വ്യക്തിക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു വല്ലാത്ത ഭാഷ ചൂഴ്ന്നു നിൽക്കുന്നു. ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ കവിത മനുഷ്യപക്ഷം ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായി വരുന്നു. കാരണം മനുഷ്യൻ അടിമകളെപ്പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, മനുഷ്യന് അവൻ അവർണനായി നിൽക്കുന്ന കാലഘട്ടത്തിൽ പ്രചോദനകരമായിരുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ. യെസ്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മറ്റെല്ലാ വിഭാഗീയ ചിന്താഗതികൾക്ക് അതീതമായി മലയാളികളുടെ മനസ്സിൽ ONVക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. യെസ്, സംവിധായകൻ ശ്രീ കമൽ കൂടി ചേരുന്നു. ശ്രീ കമൽ, ഈ ഘട്ടത്തിൽ ONVയുമായിട്ടുള്ള അനുഭവങ്ങളെ അല്ലെങ്കിൽ അനുസ്മരണത്തെ എങ്ങനെ വാക്കുകളിലാക്കാം? ONV സാറ് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും ഗുരുവില്യനും അതിലുപരിയായിട്ട് വളരെ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് തന്നെ സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതലേ അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. എന്നും വാത്സല്യത്തോടെയും പ്രായ അല്ലെങ്കിൽ സ്ഥാനഭേദമൊന്നുമില്ലാതെ കണ്ടിരുന്ന ഇപ്പം എന്നോട് കാണിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചില പാട്ടുകൾ ഉള്ള സിനിമകളിൽ എനിക്ക് സംവിധായകനായിട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ ചെയ്യുന്ന ഇതിലെ പാട്ട്, ആ സിനിമയിൽ ഞാൻ സംവിധായകനായിരുന്നു. ആ പാട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനോടുകൂടി അദ്ദേഹം വച്ചിരുന്ന ഒരു കാര്യം അന്ന് നമ്മളൊക്കെ വളരെ പയ്യന്മാരാണ്. പക്ഷെ എനിക്ക് പോലും ആ ഒരു സ്നേഹം അദ്ദേഹം വന്ന് നമുക്ക് തരുമായിരുന്നു. പിന്നീട് കാതോട് കാതോട് പരതരിച്ച പടത്തില് അതിലെ പാട്ടുകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനുശേഷം എന്റെ സിനിമകളിൽ അധികം അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷെ മേഘമൽക്കാർ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ ഞാനും അദ്ദേഹം തമ്മിലുള്ള എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു ദക്ഷിണയായിട്ടാണ് ഞാൻ ആ സിനിമയിൽ അതിമനോഹരമായ ഒരു പാട്ട്, 2 പാട്ടുണ്ട് ആ സിനിമയിൽ. എല്ലാവർക്കും അറിയാം, ഒരു നഷ്ടമായി എന്ന് പറയുന്ന പാട്ട്. അതിനുശേഷവും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പലതവണ പോവുകയും എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും അദ്ദേഹം കാണിക്കുന്ന ഒരു താല്പര്യമുണ്ട്. ഇപ്പം നഷ്ടമാണെന്ന് പോലും അദ്ദേഹം അസുഖമായിട്ട് കിടക്കുമ്പോഴും അദ്ദേഹത്തിന് ആ രോഗാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കാനൊക്കെ അദ്ദേഹം താല്പര്യം കാണിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തിന്റെ എഴുത്തുമുറി എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കോട്ടിൽ എല്ലാവർക്കും അറിയാം. ആ എഴുത്തുമുറി സജീവമല്ലാതെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഈ അവസ്ഥയിലും പോയിരുന്നു, ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്തെങ്കിലും എഴുതും എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അത്ഭുതം തോന്നി. ഈ പ്രായത്തിലും ഈ മനുഷ്യൻ എന്താ പറയാ കവിതയോടും കാവ്യ അദ്ദേഹത്തിന്റെ ഒരു സഭയോടും കാണിക്കുന്ന ആ ഒരു സ്നേഹം, അങ്ങനെ ഒരാളില്ല, ഒരു വ്യക്തിയില്ല എന്റെ ഓർമ്മയിൽ എന്റെ ജീവിത കാലഘട്ടത്തിൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. അത്രമാത്രം നമുക്ക് കേരളത്തിന് സംഭാവന ചെയ്തിട്ട്, മലയാളികൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് കവിതയിലൂടെയും പാട്ടുകളിലൂടെയും. ഏത് മലയാളിയുടെയും ഒരു മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന കുറെ അക്ഷരങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെയാണ്. അതൊരിക്കലും ഇനി മാറാനും പോകുന്നില്ല. നമ്മൾ ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാനത്തെ ഒരു പാട്ടിനെ കവിതയാക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പാട്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിൽ നിന്ന് വയലാറും ഭാസ്കര മാഷിനോടൊപ്പം തന്നെ അത് കവിതയോട് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മലയാളിയുടെ എക്കാലത്തെയും ഗൃഹാതിരത്വം എന്ന് പറയുന്നത് ഒരു വട്ടം കൂടിയല്ലോ ഓർമ്മകൾ ചെയ്യുന്നതെന്നുള്ള പാട്ട് തന്നെയായിരിക്കും. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗൾഫിലെ മലയാളികൾ കേരളത്തെ ഓർക്കുന്നത് ആ പാട്ടിലൂടെയാണെന്ന് പലപ്പോഴും പറഞ്ഞത്. അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരായ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയഗാനങ്ങൾ ആദ്യം പറയാ
അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നതാണ്. അപ്പൊ അങ്ങനെ പ്രണയമായാലും ശരി, മനുഷ്യന്റെ ഏറ്റവും മൊത്ത പാഠ്യങ്ങളുടെ അതിമനോഹരമായിട്ട് കൊണ്ടുവരാൻ കവിത അദ്ദേഹത്തിന്റെ പ്രകൃതിയോട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏത് പാട്ടിലും കവിതയിലും അദ്ദേഹം തന്നോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരാളെ. അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്കെല്ലാവർക്കും അറിയും. പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന വലിയ സംഭാവന. ഹലോ, യെസ്, ശ്രീ കമൽ, വളരെ നന്ദി അദ്ദേഹത്തെ അനുസ്മരിച്ചതിന് ഈ ഘട്ടത്തിൽ.